സന്തോഷേട്ടാ, നമ്മള് ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോ നമ്മൾ സംസാരിച്ച എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സ്, എസ്തറ്റിക്സ് ഒക്കെ ആയിരുന്നു. ഇപ്രാവശ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട. ഇപ്പൊ ഫിലോസഫിയിലെ ഒരു വൺ ഓഫ് ദ ഫേമസ് ഒരു ബ്രാഞ്ചാണ് ലോജിക്ക്. സോ അതെ, അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ മാപ്സ്റ്റിക് മീഡിയയുടെ ഓഡിയൻസ് ഒന്ന് കൊടുക്കാവും. ലോജിക്ക് പറഞ്ഞാൽ ലോജിക്ക്, മാത്സ്, ഫിലോസഫി ഇതെല്ലാം അപ്രോറിയാണ്. അതായത് എക്സ്പീരിയൻസ് ഇല്ലാതെ വേണ്ട. സയൻസ് എംപിറിക്കലാണ്. ലോജിക്കിൽ ഒരുപാട് മാത്തമാറ്റിക്സ്മാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആദ്യം ഡെവലപ്പ് ചെയ്ത ലോജിക്കാണ് അരിസ്റ്റോട്ടലിയാണ്, ഫിലോജിസ്റ്റിക് ലോജിക് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സിംബോളിക് ലോജിക്ക്, മോഡേൺ ലോജിക്ക് ഡെവലപ്പ് ചെയ്ത ഫ്രെഗെ ബുളാണ്. അത് കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപാട് അപ്ലൈ ചെയ്യുന്നു. പ്യുവർലി ഒരു മാത്തമാറ്റിക് ലോജിക്കാണ്. ഫിലോസഫിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന റാഷണൽ തിങ്കിങ് ആണ്. ആ റാഷണാലിറ്റി ഏറ്റവും കൂടുതൽ വരുന്ന ലോജിക്കലാണ്. ലോജിക്ക് മാത്സും വളരെ റിലേറ്റഡാണ്. ഈ ലോജിക്കിന്റെ കാര്യം പറയുമ്പോൾ പക്ഷെ ലോജിക്കാണ് റിഗ്രസ്സാണ്. ഇപ്പം റീസണിങ്, തോട്ട്സ്, മൊറാലിറ്റി ഇതുമായിട്ട് ലോജിക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? റീസണിങ് പറയുമ്പോൾ കോമൺ സെൻസിക്കൽ, അത് മാത്തമാറ്റിക്കലാണോ ഇല്ല. പക്ഷെ ലോജിക്കലാണ് പ്യൂർലി മാത്തമാറ്റിക്കലാണ്. എന്താ വെച്ചാൽ മൊറാലിറ്റി റിലേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ലോജിക്ക് പ്യൂർലി ഒബ്ജക്റ്റീവാണ്. എത്തിക്സ് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ലോജിക്കാണ്. ഈ ലോജിക്ക് എന്ന് പറഞ്ഞാൽ സിംബോൾ, ഈ മാത്തമാറ്റിക് ലോജിക്ക് മാത്രമല്ല, പലതരത്തിൽ ലോജിക്ക് ഉണ്ട്. മൊറാലിറ്റിയിൽ ലോജിക്ക് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ലോജിക്കാണ്. നമ്മൾ ലോജിക്കിന്റെ ഒരു കോർ ഫിലോസഫിയിലേക്ക് വരുമ്പോൾ ശരി, ഈ റീസണിങ് പാർട്ട് വരുമല്ലോ. ഇപ്പൊ നമ്മൾ ഏത് സാഹചര്യത്തിൽ ഓരോ ആളുകളെ നമ്മൾ റീസൺ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സാഹചര്യത്തിൽ നമ്മൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാന്ന് പറയും. അപ്പൊ അത് ഈ ഫിലോസഫി ആയിട്ട് കണക്റ്റഡ് ആണോ? അതിലെന്തെങ്കിലും കോമൺ സെൻസും ലോജിക്കും കോമൺ സെൻസ് ആണ്, ഓർഡിനറി തിങ്കിങ് ആണ്, സാധാരണ തിങ്കിങ് ആണ്. ഓക്കെ, പല ലോജിക്കലി ആൾക്കാർക്ക് കോമൺ സെൻസ് ഡൗണോ ഇല്ല. കോമൺ സെൻസ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ലോജിക് ആണ് കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ട് കാര്യമാണ്. ഇതിൽ തന്നെ ഡേ ടു ഡേ ലൈഫിൽ ലോജിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നമ്മൾ ക്രിയേറ്റിവിറ്റി അഡ്വാൻസ്മെന്റ് വേണ്ടിയാണ്. പക്ഷെ ഡേ ടു ഡേ ലൈഫിൽ ലോജിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റീസണിങ്. പക്ഷെ ലോജിക് എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക് ലോജിക് മാത്രമല്ല, അല്ലാത്ത ലോജിക്കും ഉണ്ട്. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ ആ ലോജിക്ക് മാത്രം പറയാം. സന ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചോ. എന്താണ് ലോജിക്കലി ആൾക്കാർ കുറച്ച് ഒബ്ജക്റ്റീവ് ആയിട്ട് അവർ ഇമോഷണൽ ആയിരിക്കില്ല. ഇമോഷണൽ ലോജിക്ക് ഓൾമോസ്റ്റ് ബൈനറി പോലെയാണ്. ലോജിക്കാണ് ബ്രെയിനാണ്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ രണ്ടും വേണം. ലോജിക്കും വേണം, രണ്ടും വേണം. ലോജിക്ക് മാത്രം ആയി കഴിഞ്ഞാൽ മനുഷ്യത്വം പോകും. ഇമോഷൻ മാത്രം ആയി കഴിഞ്ഞാൽ ബയസ്ഡ് ആയി പോകും. രണ്ടും വേണം. റൂൾ ബൈ ഹെഡ് ആണ് ലോജിക്ക്, റൂൾ ബൈ ഹാർട്ടാണ് ഇമോഷൻ. അപ്പോൾ രണ്ടും വേണം. ഇമോഷൻ മാത്രമായി പോരാ, ലോജിക്ക് മാത്രമായി പോരാ. പക്ഷെ നമ്മുടെ ലൈഫിൽ പല പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ വേണ്ടത് ലോജിക്കാണ്. രണ്ടും വേണം. അല്ലെങ്കിൽ ലോജിക്ക് മാത്രമായി കഴിഞ്ഞാൽ മനുഷ്യത്വം ഇല്ലാതാവും. ഇമോഷൻ മാത്രമായി കഴിഞ്ഞാൽ ബയസിങ് വരും, ഒബ്ജക്റ്റിവിറ്റി പോകും. രണ്ടും വേണം. അതായത് റൂൾ ബൈ ഹാർട്ട്, ഹെഡും ഹാർട്ടും രണ്ടും വർക്ക് ചെയ്യണം. ഇപ്പോൾ ഈ ലോജിക് ഫിലോസഫി തന്നെ മെയിനായിട്ടൊരു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ലോജിക്കും പ്രിസ്ക്രിപ്റ്റീവ് ലോജിക്കും. ഡിഡക്ഷൻ, ഇൻഡക്ഷൻ എന്ന് പറയും. മാത്സിൽ ഉപയോഗിക്കുന്ന ലോജിക്ക് ഡിഡക്ഷൻ ആണ്, ജനറൽ സ്പെസിഫിക് എന്ന് പറയും. മറ്റേ സയൻസിൽ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ആണ്. ഡിഡക്ഷൻ കൊണ്ടുവന്നത് ഡെക്കാർട്ടി പറഞ്ഞ ആളാണ്, മാത്തമാറ്റിക്സിനാണ്. മറ്റേ ഇൻഡക്ഷൻ കൊണ്ടുവന്ന ബാക്ക് കൊണ്ടുവന്ന ആളാണ്. ഈ രണ്ട് ലോജിക്കാണ്. പിന്നെ അബ്ഡക്ഷൻ പറഞ്ഞ വേറെ ലോജിക് ഉണ്ട്, ഹൈപ്പോതെസിസ് റീസൺ ചെയ്യാൻ. അതാണ് ഇപ്പൊ ഈ ഡിഡക്റ്റീവ് അപ്രോച്ച് ആണ് മാത്സിൽ അപ്ലൈ ചെയ്യുന്നത്. അതിൽ എക്സ്പീരിയൻസ് വേണ്ട, അപ്രോറിയ. രണ്ട് തരത്തിൽ ലോജിക്. ഇത് ജനറൽ ടു സ്പെസിഫിക് ആണ് ഡിഡക്ഷൻ, സ്പെസിഫിക് ടു ജനറൽ ആണ് ഇൻഡക്ഷൻ. രണ്ട് തരത്തിൽ ലോജിക്കാണ്. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഈ പറയുന്ന ലോജിക്ക് അല്ലെങ്കിൽ ഇത് സബ്ജക്റ്റിലും ഇന്റലക്ച്വൽ കാര്യമാണ്. ഡേ ടു ലൈഫിൽ വേണ്ടത് ഒരു കോമൺ സെൻസിക്കൽ ലോജിക്കാണ്. മാത്തമാറ്റിക്സ് ഇപ്പോൾ എൻ്റെ എനിക്കറിയാണ്, കൊച്ചുനിസ് വൈസ് ചാൻസലർ വേണ്ടത്. പുള്ളിയുടെ ലോജിക്ക് പറഞ്ഞാൽ പുള്ളി ഇൻഡക്ഷൻ ഒക്കെ പറയുന്നത്. അത് മാത്തമാറ്റിക്കലാണ്, ഇന്റലക്ച്വൽ ലോജിക്കാണ്. പക്ഷെ കോമൺ സെൻസ് ഡേ ടു ലൈഫിൽ ലോജിക്ക് ഉണ്ട്. അത് ഇപ്പോൾ യുക്തിവാദം പറയുമല്ലോ, കമ്മ്യൂണിസ്റ്റ് പല ആൾക്കാരുണ്ടല്ലോ. അത് കോമൺ സെൻസിക്കൽ ലോജിക്കാണ്. കോമൺ സെൻസിക്കൽ ഇതെല്ലാം ഇന്റലക്ച്വൽ ലോജിക്കാണ്.
ഡിഡക്ഷൻ ഇൻഡക്ഷൻ ഇന്റലക്ച്വലാണ്, മറ്റേ കോമൺ സെൻസിക്കലാണ്, മറ്റേ സാധാരണക്കാർക്കുള്ള. പിന്നെ ഇതിലൊരു വരുന്ന ഒരു മെയിൻ കാറ്റഗറൈസേഷൻ ആണ് ഫോർമൽ ലോജിക് ആൻഡ് ഇൻഫോർമൽ ലോജിക്. ഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഫോർമൽ ആയിട്ടുള്ള എന്തിനും, പിന്നെ ഇൻഫോർമൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇൻഫോർമൽ മീൻസ് കാഷ്വൽ ആയിട്ടുള്ള ലോജിക് എന്ന് പറയാം. ഞാൻ PhD ചെയ്യുന്ന ടോപ്പിക്കുള്ള ലെക്കറ്റോസ് ഒരാളുണ്ട്, ഫിലോസഫർ മാത്തമാറ്റിക്സ് ആണ്. അയാള് അയാൾ ഈ ഇൻഫോർമൽ ലോജിക്കിന് ബോൺസ് കൊടുക്കണം. കാരണം എന്നാലേ മാത്സ് ഫിലോസഫിയിലായിട്ട് റിപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർമലിൽ ആകുമ്പോൾ മാത്സ് ഫിലോസഫി റിപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻഫോർമൽ ലോജിക്കാണ് ചിലയിടത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ മെറ്റാഫിസിക്സിലുള്ള പല കാര്യങ്ങളെയും നമ്മൾ റീസണിങ് ചെയ്യുമല്ലോ. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ദൈവം, ബിയോണ്ട് സയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ശരിക്കും നമ്മളുടെ ഈ ലോജിക് എന്ന് പറയുന്ന ഫിലോസഫിയുടെ ഈ ബ്രാഞ്ചിൽ വരുമ്പോൾ ഡു യു സീ ഇറ്റ് ആസ് എ ഇൻഫോർമൽ ലോജിക് ഓർ ഫോർമൽ ലോജിക്? മെറ്റാഫിസിക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റാഫിസിക്സിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ഇൻഫോർമൽ ലോജിക് തന്നെയാണ്. മാത്തമാറ്റിക്കലായിട്ട് പോകുമ്പോഴാണ് ഫോർമൽ ലോജിക് വരുന്നത്. മെറ്റാഫിസിക്സ് ആണ് അതിൽ എവിഡൻസ് ഇല്ല, എവിഡൻസ് ബേസ്ഡ് അല്ല. ഇത് ലോജിക്കിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഡെവലപ്പ് ചെയ്ത അരിസ്റ്റോട്ടിലാണ്, സിലോജിസ്റ്റ് ലോജിക് എന്ന് പറയും. അത് ചില ലിമിറ്റേഷൻ ആയതുകൊണ്ടാണ് സിംബോളിക് ലോജിക് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് അനലിറ്റിക് ഫിലോസഫിയിൽ വരുന്നതാണ്, ആംഗ്ലോഫോൺ ഫിലോസഫി എന്ന് പറയും. മാത്തമാറ്റിക്സന്മാരും ഇതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ഉണ്ട്, വിറ്റ്ഗൻസ്റ്റൈൻ, കാർണ, കുറേ പേരുണ്ട്, ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട്. അത് അനലിറ്റിക് ഫിലോസഫിയാണ്. എല്ലാ ലോജിക്കും വേണം, ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, എല്ലാ ലോജിക്കും വേണം. പക്ഷെ ലോജിക്ക് മാത്രം പോരാ, ലോജിക്ക് മാത്രം ഉണ്ടായിരിക്കുന്ന ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. പക്ഷെ നമ്മളുടെ ലെഫ്റ്റ് ബ്രെയിൻ പറഞ്ഞ ലോജിക്കലാണ്, എല്ലാം വേണം. ഒരു കാര്യം മാത്രമല്ല, എല്ലാം വരുമ്പോഴാണ് പൂർണ്ണമാവും. ഇപ്പോഴത്തെ യൂത്ത് ആണ് മിക്ക ലോജിക് റൂൾഡാണ്. എന്നാലും പറഞ്ഞ പോലെ എൻലൈറ്റ്മെന്റ്, ആദ്യം റൊമാൻറ്റിസിസം വന്നു യൂറോപ്പിലുള്ള, എസ്തെറ്റിക്സ് ആയി, പിന്നെ എൻലൈറ്റ്മെന്റ് വന്നു. ഇപ്പൊ പിള്ളേരെ സ്റ്റെമ്മിന് പറയുമ്പോൾ അതെല്ലാം ലോജിക്കിന് പറയാം. പക്ഷെ ലോജിക്കിന് പറയുമ്പോൾ ഫ്രീഡവും കിട്ടില്ല. ഫ്രീഡം കിട്ടിയെങ്കിൽ ഇമാജിനേഷൻ വേണം, എല്ലാം വേണം. ലോജിക് വേണം, ഇമാജിനേഷൻ വേണം, ഇൻഡ്യൂഷൻ, മെമ്മറി, അനാലിസിസ് എല്ലാം കമ്പൈൻ ചെയ്യുമ്പോഴാണ് വരുന്നത്. ലോജിക്കിന് കൂടുതലാണ്. ഈ എല്ലാം അനുസരിച്ച് എല്ലാം ലോജിക്കിന് പറയാം. അങ്ങനെ സബ്ജക്റ്റ് ആണെങ്കിലും മാത്സിലാണെങ്കിലും സയൻസിലാണെങ്കിലും അവിടെയാണെങ്കിലും പുതിയൊരു സംഭവം ഉണ്ടാവണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണം. എന്താ പറയുക, മാത്സിലുള്ള ഇൻഡ്യൂഷൻ വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. ശ്രീനിവാസ രാമാനുജനിൽ ഭയങ്കര ഇൻഡ്യൂഷനാണ്. അപ്പൊ ഇത് ഈ മാത്സ് ആയാലും സയൻസ് ആയാലും എല്ലാത്തിനും സ്റ്റാർട്ട് ഒരു പുതിയതായിട്ട് ഉണ്ടാവണമെങ്കിൽ ക്രിയേറ്റിവിറ്റി വേണം. എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും ക്രിയേറ്റീവ് പോർഷൻ എന്ന് പറയുന്നത്. എല്ലാം വേണം. എഞ്ചിനീയറിംഗ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ കുറവാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മെഷർ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ ഞാൻ എന്താ പറയുക, കേരളത്തിൽ മാധവിക്കുട്ടിയെ പോലെ ലിംഗ്വിസ്റ്റിക് ക്രിയേറ്റിവിറ്റി നന്നായിട്ടുണ്ട്. ഒരുപാട് എഴുത്തുകാരുണ്ടായിട്ടുണ്ട് കേരളത്തിലാണ്. ഇപ്പൊ എഴുത്തുകാരെ ആർക്കും വേണ്ട. ഇപ്പോഴും MTയിലാണ്. പക്ഷെ ഇപ്പൊ വായനയിലെ കുറഞ്ഞല്ലോ, വായനയൊന്നും ഇല്ല. ഇപ്പൊ ഡയറക്ടർ പ്രിയദർശന പറഞ്ഞിട്ടുണ്ട്, ഈ പുള്ളിക്കെല്ലാം MTയുടെ കൃതി വായിച്ചുകൊണ്ടാണ് വിശ്വസിച്ച് ഇത്ര ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന പറയാം. പക്ഷെ റീഡിങ് ഷാർപ്പൻസ് ഇമാജിനേഷൻ പുള്ളി പറയാം, പ്രിയദർശന പറയാം. അപ്പൊ എല്ലാം വേണം. ഇപ്പൊ നമ്മുടെ നിലവിലെ നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ അല്ലേ നോക്കുവാണെങ്കിൽ, ഇപ്പം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇന്ത്യയിലെ സിറ്റുവേഷനാണ് പറയുന്നത്, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രണ്ട് എന്റർടൈൻമെന്റ് ആണ്. ഒന്ന് സിനിമയും ക്രിക്കറ്റും. ഇപ്പൊ ബോളിവുഡും ക്രിക്കറ്റും പോയി, ക്രിക്കറ്റ് ഔട്ടായി പോയി. ഇപ്പൊ കേരളത്തിലെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഫുട്ബോൾ ആണ് നമ്പർ 1 സ്പോർട്സ്. ഇപ്പൊ വോളിബോള്, ബാസ്കറ്റ് ബോള്, ഹാൻഡ് ബോൾ, അങ്ങനെയുള്ള സ്പോർട്സിനൊക്കെ ഇമ്പോർട്ടൻസ് ഭയങ്കര ലോയാണ്. ജെൻസി മൊത്തം കംപ്ലീറ്റ്ലി ഫുട്ബോളിലേക്കാണ്. ഞാനാണെങ്കിലും ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വൈബ് അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫിലിമിനേക്കാളും കൂടുതൽ ജെൻസിക്ക് ഇഷ്ടം, അല്ലെ ജെൻസി എന്ന് പറയുന്ന പോപ്പുലേഷൻ ഫോക്കസ് ഗെയിമിംഗ് ആണ്. ഇപ്പം ഫിലിമിനേക്കാളും വലിയ എന്റർടൈൻമെന്റ്, അത്രയും ബില്യൺ റവന്യൂ ഉള്ളത് ഗെയിമിംഗ് ആണ് ശരിക്കും വരുന്നത്. അപ്പൊ ഇവർക്ക് ഈ എന്റെ ഒരു ഇതാണ് പറയുന്നത്, ഇപ്പൊ ഗെയിമിംഗ് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് കുറെയൊക്കെ രീതിയിൽ കോഗ്നിറ്റീവ് ഇന്റലിജൻസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ആവുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഇത് പോകുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി ലോ ആവുക, സ്കില്ല് കുറഞ്ഞുകൊണ്ടിരിക്കുക. റിയൽ ലൈഫ് ഇന്ററാക്ഷൻ, സോഷ്യൽ ഇന്റലിജൻസ് കല എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇമാജിനേഷൻ മാത്രം മതി, ഇമാജിനേഷൻ മാത്രം മതി. മാത്സ്, കെമിസ്ട്രി, സയൻസിലെടുക്കും. അപ്പൊ അവിടെ
ഇമാജിനേഷൻ ഇൻഡ്യൂസും വേണം, ലോജിക് അനാലിസിസും വേണം, എല്ലാം വേണം. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇഷ്യൂ അല്ലാണ്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ AI അങ്ങനത്തെ കുറെ ടെക്നോളജി വരുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും എല്ലാം എന്താ ഒരു ഫിംഗർ ടിപ്പിൽ തന്നെ ഇൻഫർമേഷൻ കിട്ടും. അവർക്ക് ചിന്തിക്കേണ്ട, അവർക്ക് കഷ്ടപ്പെടണ്ട ഫണ്ടമെന്റലി. ഒരു ഡീറ്റെയിൽസ് ആണെങ്കിലും റീഡിങ് ഹാബിറ്റ് കുറഞ്ഞു ആൾക്കാരില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ പണ്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പോ റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന ആളായതുകൊണ്ടാണ് റിസർച്ചിന് മെമ്മറി സംഭവം ഉപയോഗിക്കാനേ പാടില്ല. പക്ഷെ ഈ റിസർച്ച് പോലും നമുക്കിപ്പോ AI-നോട് ചോദിക്കണം, ഇന്നൊരു ഇതിനെ പറ്റിയിട്ട് ഇന്ന ടോപ്പിക്കിൽ എനിക്ക് ഇത്ര ഇത് വേണം, ഒരു റിസർച്ച് പേപ്പർ വേണം എന്ന് പറഞ്ഞാൽ അത് അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോ ഈ കുറെ ഇഷ്യൂസ് അങ്ങനെയല്ലേ. ഞങ്ങൾ ചർച്ച ചെയ്താണ്. അപ്പൊ ചർച്ച ചെയ്തിട്ട് പറഞ്ഞതാണ് ആൾക്കാർ മന്ദബുദ്ധിയിലായിട്ട് മാറുകയാണ്. മെമ്മറി വേണ്ട, മെന്റൽ അരിത്മെറ്റിക് വേണ്ട, ക്രിയേറ്റിവിറ്റി വേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും സ്കില്ല് വേണ്ട. അവസാനം മനുഷ്യർ മന്ദബുദ്ധിയായിട്ട് മാറുകയാണ്. ഇത് പ്രോഗ്രാം ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് മാത്രം ബുദ്ധി വേണം, ഉപയോഗിക്കുന്ന ആർക്ക് ബുദ്ധി വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എന്റെ ചോദ്യം ശരിക്കും ഏടെ ആവശ്യമുണ്ടെന്നാണ്. കാരണം ഇത് റോങ് രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ടാവും. ഇതിന്റെ ആവശ്യം അതാണ് സ്റ്റീവ് ഹോക്കിങ്ങും സ്റ്റീവ് വോസ്നിയാക്ക് പറഞ്ഞ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നെ മിസ്യൂസ് ചെയ്തു. അത് മാത്രമല്ല ഏത് ടെക്നോളജി മിസ്യൂസ് ചെയ്യാം. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ബേസിക്കലി വേണ്ട എത്തിക്സാണ്. അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം. അത് ഫാമിലി ഉണ്ടാകാൻ പറ്റില്ല. കാരണം എല്ലാ ഫാമിലികൾക്കും ഉണ്ടാവണമില്ല. എഡ്യൂക്കേഷൻ ഉണ്ടാകണം. അതില്ലാതെ എന്തായാലും കാര്യമില്ല. എഡ്യൂക്കേഷൻ സിസ്റ്റം പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ കുറേ ന്യൂസ് കേൾക്കുന്നുണ്ട്. ലൈക്ക് ഡ്രഗ്സ് അല്ലെങ്കിൽ മൂവീസിൽ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നു. ചെറിയ 10th പഠിക്കുന്ന പിള്ളേരും അതിലും ചെറിയ പിള്ളേരും റാഗിങ് അല്ലെങ്കിൽ അടി ഉണ്ടാക്കിയിട്ട് കുറെ പേര് ഡ്രഗ്സ് കുറച്ച് കൂടുതലാണ്. സ്കൂളിലൊക്കെ ഭയങ്കര അടിയാണ് നടക്കുന്നത്. ഈ ജെൻസി പിള്ളേർ കുഴപ്പം പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്താൽ ഇവർ വളരെ പ്രാക്ടിക്കലാണ് നമ്മളെ കണ്ടു. പക്ഷെ ഇവർക്ക് ഈ വെർച്വൽ വേൾഡിൽ ജീവിക്കണമുണ്ട് മനുഷ്യത്വം കുറവാണ്. കാരണം ഇവര് വീട്ടിൽ ഒരാൾ വന്നാൽ പോലും ഇവർ അറിയില്ല. ഹ്യൂമൻ ഇന്ററാക്ഷൻ മനുഷ്യത്വപരമായിട്ട് അത് അവരുടെ ജനിച്ചു വളർന്ന അങ്ങനെയാണ്. പിന്നെ സോഷ്യൽ മീഡിയ 2004 ഫേസ്ബുക്ക് ആണ്. അതുകൊണ്ട് ഇവർക്ക് ഭയങ്കര സാഡിസമാണ്. പിന്നെ ഞങ്ങളുടെ 80s 90s പിള്ളേർ എൻജോയ് ചെയ്ത് ക്രിക്കറ്റും ഫിലിമൊക്കെയാണ്. ഇപ്പോഴത്തെ പിള്ളേർ ഈ സോഷ്യൽ മീഡിയ നെഗറ്റിവിറ്റി വന്ന് ഭയങ്കര സാഡിസം മറ്റേ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും വലിയ ഏരിയ ഞാനാണ് ജെൻസി പിള്ളേരുണ്ട്. ഇവരുടെ പോസിറ്റീവാണ്. ഇവർ നമ്മളെ കാണുന്ന പ്രാക്ടിക്കലാണ്. പിന്നെ സെക്സ്വൽ ഫ്രസ്ട്രേഷൻ ഇല്ല ഇവർക്ക്, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആവും. പക്ഷെ ഇവർ കുഴപ്പം പറഞ്ഞാൽ സാഡിസം നെഗറ്റിവിറ്റി ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അതിന് ഇരയായിരിക്കുന്ന ആളെ ശരിക്കും ഈ ജെൻസി എന്ന് പറയുമ്പോ പക്ഷെ അവർ കുറ്റപ്പെട്ട് കാര്യമില്ല. ജനിച്ചു വളർന്ന അതാണ്. അവർ കണ്ടിട്ട് ഈ ഇലക്ട്രോണിക് വേൾഡിലാണ് ജീവിക്കണം. ആവറേജ് ജെൻസിയുടെ ഒരു ഏജ് എന്ന് പറഞ്ഞ ഒരു 27-28 ആണ്. ഇപ്പൊ 2000 കഴിഞ്ഞിട്ടില്ല. 2000 ഇപ്പം ജെൻസിയിലെ ഏറ്റവും ഏജ് കൂടിയ ആളുകൾ മേ ബി ഒരു 28-29 ആയിരിക്കും അല്ലെ. 2000 കഴിഞ്ഞിട്ടാണ്. 2000 മുതലാണ്. 25 years 24-25 അല്ല. എനിക്കൊക്കെ പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ രണ്ടും അല്ലാതായിപ്പോയി. ഞാൻ ഈ മില്ലേനിയലിന്റെ ഏറ്റവും അറ്റത്തുമായിപ്പോയി, ജെൻസിയുടെ തുടക്കത്തിലായിപ്പോയി. നമ്മൾ വരുന്ന ഈ ട്രാൻസിഷൻ ഞാൻ 92-ലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ 90s കിഡ് എന്ന് പറയാൻ പറ്റത്തില്ല. സില്ലേനിയൽ എന്ന് പറഞ്ഞ ജനറേഷൻ. നമ്മൾ ഈ സാൻഡ്വിച്ച് ജനറേഷൻ എന്ന് പറയുക. ഇപ്പൊ ഒരു 90s കിഡ് എന്ന് പറയാൻ പറ്റില്ലേ? 92 അല്ല 92 ആണ്. അപ്പൊ 90s എന്ന് പറയാം. ഞാനല്ല 86 ആണ് 80s ആണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മില്ലേനിയൽസ് എന്ന് പറഞ്ഞാൽ 1980s തൊട്ടുള്ള ടീംസ് ആണ്. 80s തൊട്ട് 1990 വരെ എങ്ങാണ്ടുള്ള 92-96 വരെയുള്ള ടീംസാണ് ഈ മില്ലേനിയൽസ്. അപ്പൊ എനിക്കൊക്കെ പറ്റിയ പ്രശ്നം പറഞ്ഞാൽ നമ്മൾ മില്ലേനിയൽസിലും പെടാൻ പറ്റുന്നില്ല, ജെൻസിലും പെടാൻ പറ്റും. നമ്മളുടെ ഇടയിലുള്ളൊരു സാൻഡ്വിച്ച് ജനറേഷനാണ്. അതിനൊരു പ്രത്യേക ടൈം ഉണ്ട്. അതിന്റെ പേരാണ് സില്ലേനിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 1992 തൊട്ട് 1997 അല്ലെ 8 വരെ ഉള്ളവര് ഒരു സാൻഡ്വിച്ച് ജനറേഷനാണ്. അവർക്ക് കുറെ കോമൺ ആയിട്ടുള്ള ജെൻസിയുടെ കുറെ ട്രേറ്റ്സും ഉണ്ട്, മില്ലേനിയൽസിന്റെ ട്രേറ്റ്സ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ജെൻസി ആയിട്ടാണ്. ഐ ഡോണ്ട് നോ വൈ. രണ്ടും ഉണ്ടാവണമെന്നല്ല, അപ്പൊ രണ്ടുപേരും ഇന്ററാക്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ട്
കുറച്ചുകൂടെ കണക്ട് ചെയ്യുന്നത് ജെൻസിയാണ്. അതെ. വാട്ട് ഐ ഫീൽ ഇസ് ഞാൻ കുറച്ച് എനിക്ക് ജെൻസിനെക്കാളും ഞാൻ രണ്ടിലും മിക്സ് ആവും. നിങ്ങൾ ഏത് ഇയർ ആണ്? ഞാൻ 2000 ആണ്. ഞാൻ കറക്റ്റ് ബോട്ടാ. അപ്പൊ എനിക്ക് 90s കിഡ്സിന്റെ അതുമായിട്ട് ഞാൻ മിക്സ്. എനിക്ക് അവരുടെ ഇമോഷൻസ് മനസ്സിലാവും, ഇവരുടെ ഇമോഷൻസ് രണ്ടുള്ള നല്ല ഇറ്റ്സ് അപ് ടു പീപ്പിൾ. അത് ഗുണം രണ്ടുപേരും ഉണ്ടായിരിക്കും. ഞങ്ങളിപ്പോ മില്ലേനിയൻകാർക്ക് ജെൻസി മനസ്സിലാവില്ല, ജെൻസിക്കാർക്ക് മില്ലേനിയം മനസ്സിലാവില്ല. ഇന്റെ രണ്ടുള്ളവർക്ക് സില്ലേനിയം പറഞ്ഞാൽ അവർക്ക് രണ്ടുപേരും ഡീൽ ചെയ്യാൻ പറ്റും. അല്ലെ ഞാൻ നോക്കി ജെൻസി കുറച്ച് പ്രാക്ടിക്കലാണ്. ഈ ട്രൂ ലെവൽ ഇങ്ങനത്തെ ട്രൂ ഞങ്ങൾക്കാണ് ട്രൂ ലവ് മറ്റേ ഇങ്ങനെ നടന്ന് ഇതാണ് അത് കുറച്ച് പ്രാക്ടിക്കലാണ്. പിന്നെ ഒരു വലിയൊരു പെക്യുലാരിറ്റി വാട്ട് ഐ സോ ഇപ്പൊ മില്ലേനിയൽസിലാണെങ്കിൽ കുറെ കൂടെ റെസിലൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവർ ഭയങ്കര സ്ട്രോങ്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ കുറെ ഈ എന്താണ് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന, അതായത് ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്ത് വന്ന ജനറേഷൻ ആയതുകൊണ്ട് ഇവർക്ക് ജെൻസിയേക്കാളും കുറെ കൂടി ഇമോഷണലി ഇവർ മച്ചുറാണ്. എന്നുവെച്ചാൽ ഇവർക്ക് ജീവിതാനുഭവം ഉണ്ട്, ആ ഒരു സംഭവം എല്ലാവർക്കും ഉണ്ട്, തിക്തമായ ജീവിതാനുഭവം. ഹാർഡ് ലൈഫ് ഫേസ് ചെയ്ത് വന്നവരാണ്. ഇപ്പൊ നമ്മുടെ പേരൻസിന്റെ വാറൊക്കെ ഫേസ് ചെയ്ത് വന്ന ടീംസ് ഗൾഫ് വാറൊക്കെ ഏറ്റവും കൂടുതൽ 70s 60s ആ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളത് 50s ഒരു വാറ് ഫമൈൻ ഒരുപാട് അങ്ങനെയുള്ള ഹാർഡ് ഗെയിമുകൾ വന്നിട്ടുള്ളവരല്ലേ. അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ? പണ്ടത്തെ ഈ ജനറേഷനിലാണ് ഫ്ലഡ് വന്നതും കൊറോണ വന്നതും എല്ലാം. ആ സമയത്ത് മാത്രമല്ല ഈ സമയത്തും പ്രശ്നങ്ങളുണ്ടോ? വാറും എല്ലാം ഉണ്ടോ? ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കൂടുതലാണ്. ഇപ്പൊ ആർക്കും സെലിബ്രിറ്റി ആവാം, ആർക്കും സെലിബ്രിറ്റി ആവാം. ഈ സോഷ്യൽ മീഡിയ ഉണ്ടവിടെ ആർക്ക് വേണമെങ്കിൽ വൈറലായി എന്തും പറയാം. കമന്റ്സ് ചെയ്യുന്ന ആൾക്കാർ ഭീരുക്കളാണ്, കാരണം അവർ ഫേക്ക് ആയിട്ടില്ല ഉണ്ടാക്കും. ജെൻസിബിലെ ടെക്നോളജിയിൽ ഗുഡാണ്, ടെക്നോളജിയിൽ അവര് പ്രാഗ്മാറ്റിക് ആണ് അവര്. പക്ഷെ അവർക്ക് ഈ സാഡിസം കുറച്ചും കൂടി വരുന്നുണ്ട്, ഹ്യൂമൻ സൈഡ് കുറവാണ്. പിന്നെ വേറെ കാര്യമാണ് ഇവര് 80s ഞങ്ങളെല്ലാം വളരെ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ആൾക്കാരാണ്, ഞങ്ങൾ ജനിച്ചു നടന്നതാണ്. പക്ഷെ ഇവരെല്ലാം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയതുകൊണ്ട് ഇവർക്ക് അങ്ങനത്തെ ആ ഫ്രസ്ട്രേഷൻ ഇല്ല. ഇപ്പൊ ഫേസ്ബുക്കിലെല്ലാം ഈ അമ്മാമാരാണ് ഈ കമന്റ്സ് കൂടി ചെയ്യുന്നത്. അതറിയാം. ഞാൻ എന്റെ കോളേജ് ലൈഫൊക്കെ ഡൽഹിയിലായിരുന്നുകൊണ്ട് കേരളത്തിലെ സോഷ്യൽ സിറ്റുവേഷനിലല്ലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഐ സ്റ്റിൽ ഹാവ് ദാറ്റ് കൾച്ചറൽ ബാരിയർ. വല്യൂസ് വളരെ മോശമാണ്. അതെന്താ അറിയോ, ക്ലൈമറ്റ് ഉള്ള ഇപ്പൊ ക്ലൈമറ്റ് ഉള്ളതല്ല, വാർ ഉണ്ടാവില്ല. കൊച്ചി ഒട്ടും സേഫ് അല്ല, കൊച്ചി വളരെ ഡേഞ്ചറസ് ആണ്. എനിക്ക് കൊച്ചി നമ്മളെ ക്രൈം റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന ഏരിയാസ് ഡിസ്ട്രിക്ട് ഞാൻ പറയാണ് ബൈ റെക്കോർഡ്. ഒന്ന് ട്രിവാൻഡ്രം, ഏറ്റവും കൂടുതൽ കൊട്ടേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഏരിയ. കൊല്ലം, ദെൻ പത്തനംതിട്ട, ഈ 3 ഡിസ്ട്രിക്ട്സിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. കൊച്ചിയിൽ എങ്ങനെയാ? പിന്നെ ഉള്ളത് എറണാകുളം, തൃശ്ശൂര്, ഈ 5 ഡിസ്ട്രിക്ട് ആണ് ക്രൈമിൽ ടോപ്പ് ചെയ്യുന്നത്. കൊച്ചി അല്ല, കൊച്ചിയിലെ എല്ലാം നടക്കുന്നുണ്ട്. കൊച്ചി എറണാകുളം ഡിസ്ട്രിക്ട് അർബനൈസ്ഡാ. അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ട് ബിസിനസ് വളരുമ്പം ബിസിനസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ഇപ്പൊ നമ്മള് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിസ്ട്രിക്ട്, ഇപ്പൊ ഏറ്റവും ഡെവലപ്ഡ് ഡിസ്ട്രിക്ട് ആണ് എറണാകുളമാണ്. ഇവിടുത്തെ ജെൻസി പിള്ളേർ മിക്കതും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്. അതുണ്ട്, ഡ്രഗ് റാമ്പന്റ് ആണ്. അത് പണ്ടേ ഉള്ളതാണ്, ഇപ്പൊ കുറച്ച് കൂടി വരുന്നുണ്ട്. അതെന്താണെന്നറിയോ, പണ്ട് ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു കുറച്ച് ചൈൽഡ്ഹുഡിലൊക്കെ അന്ന് ഈ ആൽക്കഹോളും സിഗരറ്റും പിന്നെ എന്ത് ഈ തമ്പാക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ല, അതെല്ലാം ആളുകൾക്ക് അവൈലബിൾ ആണ്. ഈ ഡ്രഗ്സ് കോമൺലി അവൈലബിൾ ആണ്. നമ്മൾ ഹൈ ക്ലാസ് ആളുകൾ മാത്രമേ ഡ്രഗ്സ് അടിക്കത്തുള്ളൂ. ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോ ക്ലാസിന്റെ കയ്യിലും, അത് എക്കണോമിക്കലി ലോവർ ആയിട്ടുള്ള ആളുകൾക്കും ഈ ഡ്രഗ്സ് അവൈലബിൾ ആണ്. അവൈലബിൾ ആയിരിക്കുമ്പോൾ അവരടിച്ചു കഴിയുമ്പോൾ കാണിക്കുന്ന ഷോ ആയ ഇവിടെ മുഴുവൻ നടക്കുന്നത്. ജെൻസി പിള്ളേർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണോ. ജെൻസി നമുക്ക് മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് പ്രശ്നം വന്നേക്കുന്നത് ഇപ്പം വിവരമില്ലാത്ത ആളുകൾക്ക് ഡ്രഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് അടിച്ചിട്ട് ഷോ കാണിക്കും. സിവിലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അതൊരു ഒരു നാക്കില് നൈസായിട്ട് ഉപയോഗിച്ച് എൻജോയ് ചെയ്ത് വിടത്തേ ഉള്ളൂ. ഇവിടെ സംഭവിക്കുന്നത് ഈ വിവരമില്ലാത്തവന്മാർക്കെല്ലാം ഡ്രഗ്സ് അവൈലബിൾ. ഒരു രീതിയിലും ഉപയോഗിക്കാനുള്ള ആർക്കായാലും നല്ലതല്ലോ. ഫണ്ടമെന്റലി ഫിറ്റ്നസ് മെന്റൽ ഹെൽത്ത് മാത്രമല്ല ഫിസിക്കൽ ഹെൽത്തിനും ഫിറ്റ്നസ് ഭയങ്കര പ്രശ്നമാവും.
അപ്പൊ നമ്മള് കുറച്ച് കാട് കയറി പോയെന്ന് തോന്നുന്നു. ഡിബേറ്റിൽ പോയി. ഓക്കെ, ഞാൻ അതിന്റെ ഐ വിൽ കം ബാക്ക് ടു ദ പോയിന്റ്. ഇതിലെ ഒരു ലോജിക്കൽ ഫിലോസഫിയിലെ മറ്റൊരു സെക്ഷനാണ് ട്രൂത്ത് ആൻഡ് വാലിഡിറ്റി എന്ന് പറയും. ഇപ്പോൾ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രൂത്ത് സബ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ? വാട്ട് യു തിങ്ക്? ഇത് സബ്ജക്റ്റീവാണ്. ഒരാൾക്ക് സത്യം എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റാവാം. ഇപ്പൊ പൂച്ച കറുത്തതാണ് എന്ന് ഞാൻ പറയുന്നു, പക്ഷേ വേറൊരാൾക്ക് അത് പച്ചയായിട്ട് അതൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ട് പറയാൻ പറ്റും. ഇപ്പം കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരാളായിരിക്കും പൂച്ച കാണാൻ. മാത്തമാറ്റിക്കൽ ട്രൂത്ത് അല്ല ഒബ്ജക്റ്റീവാണ്. മാത്തമാറ്റിക്കൽ ട്രൂത്ത് ഒബ്ജക്റ്റീവാണ്. ഉം. ഈ കള്ളം പറയുന്ന ട്രൂത്തും മാത്സ് പറയുന്ന ട്രൂത്തും തമ്മിൽ വ്യത്യാസമാണ്. മാത്തമാറ്റിക്കൽ ട്രൂത്ത് ലോജിക്കലാണ്, ഒബ്ജക്റ്റീവാണ്. പിന്നെ വേറൊരു ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പം എവറിത്തിങ് ഈസ് ബ്ലാക്ക് അല്ല എവറിത്തിങ് ഈസ് വൈറ്റ് എന്ന് നമുക്ക് അത് ബൈനറിയാണ്. ബൈനറിയാ വരുന്നത്. അല്ലാണ്ട് ഡിഫറൻസ് തീരുവാണ്. Yes. ഡെറിഡ കൊണ്ടാണ് പ്ലൂറലിസം. ഇതിന്റെ ഒരു എന്താ പറയാ, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ ഈ അതേപോലെ വേറെ ലോജിക് ഉണ്ട്, ഫസ്റ്റ് ലോജിക്. അല്ല, ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് എന്നുള്ളത് നമ്മൾ ലോജിക്ക് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒപ്പീനിയൻ എടുക്കുമോ അതോ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യും? ട്രൂ ഓർ ഫോൾസ് ഇപ്പോൾ മെയിൻലി ഒബ്ജക്റ്റീവാണ്, സബ്ജക്റ്റിവിറ്റി കുറവാണ്. ഈ നമ്മളെ ഇന്ത്യൻ കോർട്ടിലെല്ലാം ചിലർ ചോദ്യം ചോദിക്കും മദ്യപാനം നിർത്തിയോ ഇല്ലയോ. മദ്യപിക്കാത്ത ആളായിരിക്കും ചിലപ്പോൾ, അയാളോട് മദ്യപാനം നിർത്തിയോ ഇല്ലയോ ചോദിക്കാൻ എങ്ങനെ ചോദിക്കാൻ പറ്റും? അതിൽ ലോജിക്കില്ല. ലോജിക്കില്ല. അങ്ങനത്തെ അതാണ് ഭയങ്കര ലോജിക്കിന്റെ കുഴപ്പം. പിന്നെ ഇതിൽ തന്നെ വരുന്നൊരു സംഭവമാണ് വാലിഡിറ്റി എന്ന് പറയും. അത് നമ്മളൊരു ആർഗ്യുമെന്റ് വാലിഡ് ആണോ അത് ചോദിക്കത്തില്ലേ? അരിസ്റ്റോട്ടലിന്റെ സിലോജിസ്റ്റിൽ വാലിഡിറ്റി കുറവായതുകൊണ്ടാണ് സിംബോളിക് ലോജിക് വന്നത്. സൂര്യൻ കിഴക്കുദിക്കുന്നു അല്ലെ? സൂര്യൻ കിഴക്കുത്തി, ശരിക്കും സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. അതിന്റെ ആ ആർഗ്യുമെന്റ് നമ്മൾ കാണുമ്പോൾ നമ്മുടെ സബ്ജക്റ്റീവ് ഇതിലാണ് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയാം. ബട്ട് ആക്ച്വലി സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല, എർത്ത് റൊട്ടേറ്റ് ചെയ്യുമല്ലേ. അപ്പോൾ അവിടെ വീണ്ടും ഈ പ്രശ്നമാണ് വാലിഡിറ്റി. ആർഗ്യുമെന്റ് വാലിഡ് ആണോ അല്ലയോ, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഈ ലോജിക്കൽ സിസ്റ്റംസ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഫിലോസഫിയിൽ? അവിടെ ലോജിക്കൽ നിങ്ങൾ പറയുന്ന ഈ പറയുന്ന ലോജിക് മാത്തമാറ്റിക്കൽ ലോജിക്കാണ്. ഒരുപാട് ആന്റി ഫിലോസഫിയിൽ പറയണം. അത് ഞാൻ പറഞ്ഞ ഈ കാര്യം ഡിഡക്ഷൻ, ഇൻഡക്ഷൻ, പിന്നെ സിംബോളിക് ലോജിക്ക്, സിലോജിസ്റ്റിക് ലോജിക്ക്, ഇതൊക്കെയാണ് മെയിൻലി ലോജിക്കിൽ വരുന്നത്. ഞാൻ ഈ സബ്ജക്ട് പഠിച്ചപ്പോൾ അതിനകത്ത് മെയിനായിട്ട് 3 ലോജിക് സിസ്റ്റംസ് ആണ് പറഞ്ഞത്. ഒന്ന് ക്ലാസിക്കൽ ലോജിക്കൽ സിസ്റ്റം, ക്ലാസിക്കൽ, പിന്നെ അരിസ്റ്റോട്ടിൽ കൊണ്ടുവന്നാണ്. പിന്നെ ഉള്ളത് മോഡൽ, പിന്നെ ഇൻട്രൂഷനിസ്റ്റ്. ഈ 3 എണ്ണമാണ് വരുന്നത്. ഇതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മെയിൻലി ഞാൻ പഠിച്ചിരുന്ന 2 ആണ്. ഒന്ന് സിലോജിസ്റ്റിക് ലോജിക് അരിസ്റ്റോട്ടലിന്റെ, പിന്നെ മോഡേൺ ലോജിക്, സിംബോളിക് ലോജിക്. സിംബോളിക് ലോജിക് ആണ് ബൂൾ, ഫ്രെഗെ പോലെ ആൾക്കാരെ കൊണ്ടുവന്നത്. അതിൽ കുറെ ഉണ്ട്, ഇങ്ങനെ കുറെ ലോജിക്കലായിട്ട് കുറെ പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അരിസ്റ്റോട്ടലിന്റെ സിലോജിസ്റ്റിക് അത് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ്, രണ്ട് പ്രിമിസ്, ഒരു കൺക്ലൂഷൻ. അതാണ് സിലോജിസ്റ്റ് ലോജിക് വരുന്നത്. മറ്റേത് വേറെ കുറെ ഉണ്ട്. അത് കമ്പ്യൂട്ടർ സയൻസിൽ അപ്ലൈ ചെയ്യുന്ന ലോജിക്കാണ്. ബൂലിയൻ ലോജിക്ക്, ബൂലിയൻ അൽജിബ്രയിലുണ്ട്. നാൻഡ്, നോർ, ഗേറ്റിലും ഉണ്ടല്ലോ. ട്രൂത്ത് ഗേറ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ട്രൂത്ത് ഗേറ്റ് അല്ല, അതൊക്കെ ബൂൾ ഡെവലപ്പ് ചെയ്ത സിംബോളിക്. അത് കമ്പ്യൂട്ടർ സയൻസിലെ ആപ്ലിക്കേഷൻ വരുന്നത്. മോഡേൺ ലോജിക് അതാണ്, അരിസ്റ്റോട്ടലിന്റെ പഴയ ലോജിക്കാണ്. ഇനി വരുന്ന വേറെ സെക്ഷനാണ് ലോജിക്കൽ പാരഡോക്സ് എന്ന് പറയുന്നത്. ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. കുറെ ഉണ്ട്. ഒരു 2-3 എക്സാമ്പിൾ വരുവാണെങ്കിൽ മാപ്സ്റ്റിക്കിന്റെ ഓഡിയൻസ് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാണ്. ലയർ പാരഡോക്സും ഉണ്ട്. ഒരാള് കള്ളം പറയുന്ന ആളാണ്. അപ്പോൾ അയാൾ പറയുന്നു ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ കള്ളം പറയുന്ന ആളാണ്. അയാൾ പറയുന്നു മറ്റുള്ളവർ പറയുന്ന പോലെ കള്ളമാണ്. അപ്പൊ ആ പറയുന്നത് കള്ളമാണ്. അതാണ് ലയർ പാരഡോക്സ്. അന്ന് തോക്കുണ്ടോ തോക്കില്ലയോ ചോദിച്ച പോലത്തെ പ്രശ്നമില്ല. അതേപോലെ വേറെ ലയർ പാരഡോക്സ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഒരുപാട് പാരഡോക്സ് ഉണ്ട്. ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് എടുത്ത സ്ക്രോഡിഞ്ചർ കാറ്റ് പാരഡോക്സ് ഉണ്ട്. പാരഡോക്സ് പറഞ്ഞാൽ ഒരു കോൺട്രഡിക്ഷൻ വരുന്ന സ്ഥലമാണ്. ഇതും അല്ല അതുമല്ല. സ്ക്രോഡിഞ്ചർ കാറ്റ് പാരഡോക്സിൽ കാറ്റ് ഡെഡും ആണ് അലൈവ് ആണ് ഒരേ ടൈമിൽ. അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. അതാണ് പാരഡോക്സ്. പിന്നെ റസൽ പാരഡോക്സ് ഉണ്ട്, കുറെ ഉണ്ട്. ഈ പാരഡോക്സിന് ലിമിറ്റേഷൻസ് ഉണ്ടോ? ലിമിറ്റേഷൻ ആണ് നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ കിട്ടില്ല. സെർട്ടനിറ്റി ഇല്ല, അൺസെർട്ടനിറ്റിയാണ്. ഉറപ്പില്ല, ശരിക്കും ഉറപ്പില്ല, സെർട്ടനിറ്റി ഇല്ല. അഗ്നോസ്റ്റിക്സ് പോലെ സംഭവമാണ്.
ഓക്കെ, ഈ പാരഡോക്സിന്റെ കാര്യം പറയുമ്പോൾ ഇതിന്റെ ഒരു ലോജിക്കൽ ഇംപ്ലിക്കേഷൻ എന്തായിരിക്കും റിയൽ ലൈഫിൽ? ഇത് മുന്നേ തോട്ട് എക്സ്പെരിമെന്റ് ആണ്. ഐൻസ്റ്റൈൻ ചെയ്തുള്ള ഫിലോസഫിയുടെ തോട്ട് എക്സ്പെരിമെന്റിലാണ് പാരഡോക്സ് വരുന്നത്. പ്രാക്ടിക്കലി അത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഫിലോസഫിയിലുണ്ട് ട്രോളി പാരഡോക്സ് ആണ്, കുറെ പാരഡോക്സ് ഉണ്ട്. ട്രോളി പ്രോബ്ലംസ് ഉണ്ട്. ട്രോളി പാരഡോക്സ് ഉണ്ട്. അതായത് ഒരാൾ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ ക്രൈം കുറയ്ക്കാം. പക്ഷെ ആ തെറ്റ് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അതാണ് ട്രോളി പാരഡോക്സ്. ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ 4 പേര് മരിക്കുന്നു പോകാൻ 2 പേരെ മരിക്കുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് 2 പേര് മരിക്കുന്നത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു തെറ്റ് ചെയ്യണം. അപ്പൊ അത് പാരഡോക്സായി മാറുക. ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്, ഡിലമ വരുന്നതാണ് ഈ പാരഡോക്സ് പറയുന്നത്. ഇതിൽ വരുന്ന വേറൊരു സെക്ഷനാണ് ഫിലോസഫി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലോജിക്കിൽ തന്നെ വരുന്നതാണ്. സോ അതൊന്ന് അത് ഫിലോസഫിയിലെ സ്റ്റാർട്ടിങ്. അത് കാരണം പിന്നെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ഫിലോസഫി ലാംഗ്വേജ് വിറ്റിംഗ്സ്റ്റൈൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അത് ഈ ലോജിക്കുമായിട്ട് എങ്ങനെ കണക്ട് ആവുന്നത്? അതായത് ഈ ആന്റി ഫിലോസഫി എന്ന് വരെ എല്ലാം സൈക്കോളജിസ്റ്റ് പറയാണ്, സബ്ജക്റ്റീവ് ആണ്, ലാംഗ്വേജ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ ഓർഡിനറി ലാംഗ്വേജ് ഉണ്ട്, റസ്സൽ പറയുന്നത് ലോജിക്കലി പെർഫെക്റ്റ് ലാംഗ്വേജ് വേണമെന്ന് പറയാം. ഇതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് വിറ്റിംഗ്സ്റ്റൈൻ ആണ്. ലോജിക്കലി പെർഫെക്റ്റ് ലാംഗ്വേജ്, ഓർഡിനറി ലാംഗ്വേജ് അല്ല. അതിൽ പിന്നെ ലോജിക്കൽ ആറ്റമിസം ഇങ്ങനെ റസ്സൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ലാംഗ്വേജുകൾ അതിലൊക്കെ വരുന്നതാണ് ഈ കാറ്റഗറി വരും. ഈ ഫിലോസഫി ഓഫ് ലാംഗ്വേജ് ആണ്. പിന്നീട് വേറെ ഫിലോസഫി ലാംഗ്വേജ് ആയിട്ടാണ് ഫിലോസഫി മൈൻഡ് വരുന്നത്, കോൺസിസ്റ്റൻസ് മറ്റല്ല. ഫിലോസഫി ലാംഗ്വേജിൽ ഒരുപാട് വർക്ക് നടന്നുണ്ട്. അതൊരു മാത്തമാറ്റിക്സ്മാരുടെ വർക്കാണ്. ലിംഗ്വിസ്റ്റിക് ടേൺ എന്ന് പറയും. വിറ്റിംഗ്സ്റ്റൈൻ, റസ്സൽ, കുറെ പേരുണ്ട്. ലോജിക്കൽ ആറ്റമിസം, പിക്ചർ തിയറി പോലെ ഉണ്ട്. അത് റസ്സൽ പ്ലാൻ ചെയ്ത് ലോജിക്കലി പെർഫെക്റ്റ് ആവണം. അതിന്റെ ഈ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ അത് ലിംഗ്വിസ്റ്റിക് എന്ന് പറയും. സൊസൈറി കൊണ്ടുവന്ന മോഡേൺ ലിംഗ്വിസ്റ്റിക് കൊണ്ടുവന്നത് ഇയാളാണ്, നോം ചോംസ്കിയാണ്. അപ്പൊ അത് പ്യൂർലി ലിംഗ്വിസ്റ്റിക് ആയിട്ടാണ്. പക്ഷെ അത് മാത്സ് ആയിട്ട് വളരെ റിലേറ്റഡ് ആണ്. ലോജിക്കലി പെർഫെക്റ്റ് ആവും. ഓർഡിനറി ലാംഗ്വേജ് ആണ് ഓസ്റ്റിൻ പോലെ ആൾക്കാർ പറയാം. ഫിലോസഫി ലാംഗ്വേജ് ആണ് ആദ്യം വരുന്നത്. ആ ലിംഗ്വിസ്റ്റിക് ടേം വന്ന ശേഷം ആണ് ശരിക്കും ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണെന്നാണ് ഈ ആന്റി ഫിലോസഫി നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. അതുവരെയുള്ള ഫിലോസഫി എല്ലാം സൈക്കോളജിസ്റ്റും ആണ്, സബ്ജക്റ്റീവ് ആണ്. ഇതാണ് ശരിക്കും ലാംഗ്വേജ് ആണ് എല്ലാം എന്നാണ് വിറ്റിംഗ്സ്റ്റൈൻ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞൊന്നും ഫിലോസഫി അല്ല, ലാംഗ്വേജിൽ വരുമ്പോഴാണ് ഫിലോസഫി എന്ന് പറയുന്നത്. ഫിലോസഫി ലാംഗ്വേജ് കഴിഞ്ഞിട്ടാണ് ഫിലോസഫി മൈൻഡിലേക്ക് പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ്. അപ്പൊ ഇത് സനയ്ക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. മെറ്റാഫിസിക്സ്, അതായത് റിലീജിയൻ, നമ്മളുടെ മെറ്റാഫിസിക്സും ലോജിക്കുമായിട്ടുള്ള ഒരു കോറിലേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റാഷണൽ കാര്യമല്ല മെറ്റാഫിസിക്കലാണ്. റാഷണൽ കാര്യം സ്പേസ് ടൈം അല്ല, റാഷണൽ ആണ്. മെറ്റാഫിസിക്സ് ആണല്ല, എംപിറിക്കൽ എവിഡൻസ് ഇല്ല, എംപിറിക്കൽ അല്ല. അപ്പൊ റാഷണൽ കാര്യം എംപിറിക്കൽ അല്ല, നമ്മുടെ തോട്ടിൽ എക്സിസ്റ്റ് ചെയ്യണം. റാഷണാലിറ്റി മെറ്റാഫിസിക്സ് വളരെ റിലേറ്റഡ് ആണ്. ഈവൻ ഇപ്പൊ ഗ്രീക്ക് ഫിലോസഫി മെറ്റാഫിസിക്സിലും റാഷണലും ആണ്. റാഷണാലിറ്റി മെറ്റാഫിസിക്സ് വളരെ റിലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മളുടെ ഒരു ഫണ്ടമെന്റൽ റിയാലിറ്റി ഉണ്ടല്ലോ, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഒരു സെൽഫ് അല്ല യാഥാർത്ഥ്യം, അത് ഈ ലോജിക്കുമായിട്ട് വെൽ കണക്റ്റഡ് അല്ലേ? ഹൗ ഈസ് ഇറ്റ് റിലേറ്റഡ് ടു ലോജിക്കായിട്ട് കണ്ടറാണ്. കുഴപ്പമില്ല. ഈ ഫിലോസഫി ലാംഗ്വേജ് പറയുമ്പോൾ എനിക്ക് പറയാൻ ഇഷ്ടം ടോപ്പിക് ഫിലോസഫി മൈൻഡാണ്. എനിക്ക് ഒരു സെക്കൻഡ് ഒന്ന് പോകുന്നതിന് കുഴപ്പമില്ല. ഇത് ആ സ്ക്രീനിൽ വരണ്ട, താമത്തം പറ്റിയത് കൈയെടുത്തപ്പോ. പറഞ്ഞോ. ഫിലോസഫി മൈൻഡിനെ കുറിച്ച് ഞാൻ പറയാം. ഫിലോസഫി ലാംഗ്വേജ് നിന്നാണ് ഫിലോസഫി മൈൻഡിലേക്ക് പോയത്. സൈക്കോളജി പറഞ്ഞാൽ സബ്ജക്റ്റീവാണ്. ഫിലോസഫി മൈൻഡ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ കോൺഷ്യസ്നസ് റിസർച്ച് ചെയ്യുന്നത്. പക്ഷേ റോബോട്ട്സ് കോൺഷ്യസ്നസ് ഇല്ല പറയും, സോംബി എല്ലാം പറയും. കോൺഷ്യസ്നസ്സിൽ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തതാണ്, എൻ്റെ ഒരു റിസർച്ച് ഇതായ. അപ്പൊ അത് അന്നെ ഹാർഡ് പ്രോബ്ലം എന്ന് പറയും. അതായത് സയന്റിഫിക് എക്സ്പ്ലനേഷനും ഫിലോസഫി എക്സ്പ്ലനേഷൻ തമ്മിൽ വ്യത്യാസമാണ്. ഇപ്പൊ ഡെന്നറ്റ്, ചേർച്ച്ലാൻഡ് പോലെ ആൾക്കാർ പറയുന്നത് ഇത് പോസിബിൾ ആണ് പറയാം. പോസിബിൾ അല്ലെന്നാണ് തോമസ് നഗേൽ, അല്ലെങ്കിൽ പിന്നെ കുറേ ഉണ്ട്, കാൽമേഴ്സ്, പിന്നെ ആരാണ് ജാക്സൺ, ഇവരെല്ലാം പറയുന്നത് പോസിബിൾ അല്ല പറയാം. ഇതിൽ തന്നെ ക്വാണ്ടം കോൺഷ്യസ്നസ് എന്ന സംഭവം, അത് പെൻഡ്രോസ് പറയാം. പക്ഷെ അതിന് എംപിറിക്കൽ എവിഡൻസ് ഇല്ല. ആ കാൽമേഴ്സ് പറഞ്ഞു. കോൺഷ്യസ്നസ് ഒരുപാട് അത് ഏട്ടിൽ ബന്ധമുണ്ട്. കോൺഷ്യസ്നസിൽ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്.
കോൺഷ്യസ്നസ് ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അത് ഒബ്ജക്റ്റീവ് സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സംശയമുണ്ട്. അതേപോലെ ക്വാണ്ടം ഫിലോസഫിയിലും ഫിനോമിനോളജിയിലും കോൺഷ്യസ്നസ് പറയാനുണ്ട്. കോൺഷ്യസ്നസ്സിൽ ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് വലിയ കോൺട്രിബ്യൂഷൻ വന്നിട്ടില്ല. അത് ഫിലോസഫി മൈൻഡിൽ വരുന്നതാണ്. ഈ ഒരു കാറ്റഗറി തന്നെ വരുന്ന വേറെ ഇതെല്ലാം അനലിറ്റിക് ഫിലോസഫിയിൽ വരുന്നതാണ്. ഫിലോസഫി മൈൻഡ്, ഫിലോസഫി ലാംഗ്വേജ് എല്ലാം ഇതിൽ തന്നെ വരുന്ന വേറെ സംഭവമാണ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് സോളിഡ് സിസ്റ്റം പറയാം. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്ന എനിക്ക് പറയാം, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അതാ സോളിഡ് സിസ്റ്റം. ഇപ്പൊ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമുക്ക് ഐഡന്റിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ കേരളത്തിൽ ഇപ്പൊ ഞാൻ കോട്ടയത്താണ് ജനിച്ചെങ്കിൽ ഞാനൊരു കോട്ടയംകാരനാണ്, ഇന്ത്യൻ നാഷണലാണ്, അതുപോലെ ക്രിസ്ത്യാനിയാണ്, പിന്നെ ഇന്ന ഫാമിലിയിലെയാണ്, ഇന്ന സമുദായത്തിലാണ്. ഈ ഒരു ഐഡന്റിറ്റീസ് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അത് എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ആക്ച്വലി നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ, ഇന്ത്യൻ സൊസൈറ്റി ശരിക്കും കുറേ കൂടെ എന്താ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹൈറാർക്കിയൽ സ്ട്രക്ചർ ഉള്ള സൊസൈറ്റിയാണ്. കൈൻഡ് ഓഫ് നമ്മൾ ആക്ച്വലി നമ്മുടെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഐഡന്റിറ്റി മാറിയിട്ടും പ്രത്യേകിച്ച് എന്താ പറയുക സോഷ്യൽ അപ്വേർഡ് ലിഫ്റ്റ്മെന്റ് കിട്ടാൻ പാടാണ്. ഞാൻ നാളെ പോയിട്ട് നായരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്നെ ആക്സെപ്റ്റ് ചെയ്യണ്ടേ നായരായിട്ട്. അതുപോലത്തെ ഒരു പ്രശ്നം. അപ്പൊ എനിക്ക് എന്റെ ഒറിജിനൽ ഐഡന്റിറ്റിയിലല്ലേ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഐ ഹാവ് ടു ബി വെരി ക്ലിയർ അബൌട്ട് വാട്ട്സ് മൈ ഐഡന്റിറ്റീസ്. അതിൽ പ്രത്യേകിച്ച് നാണം കേടാണ്. ഇവിടെ ഈ കാസ്റ്റ് സിസ്റ്റം നിൽക്കുന്നതുകൊണ്ടാണ് കുറെ ആളുകൾക്ക് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല. ഈയിടെയൊക്കെ റീസെന്റ് പ്രശ്നം നടക്കാറില്ല, ജാതിവാല. ഒരാള് നായർ എന്നുള്ള പേര് വെക്കാൻ പാടില്ല, മേനോൻ എന്ന പേര് വെക്കാൻ പാടില്ല. അത് ഹൗ ക്യാൻ യു കപ്പിൾ ഇറ്റ് വിത്ത് ലോജിക്? ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ചോദിച്ചാൽ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ വളരെ അബ്സേർഡ് ആയിട്ട് കാര്യമാണ്, ഒട്ടും ലോജിക്കലല്ല. ലോജിക്കലാണെങ്കിൽ ഇങ്ങനെ ജാതി വ്യവസ്ഥകൾ വരില്ല. പിന്നെ അവിടെ ഹ്യൂമാനിറ്റീസ് സ്റ്റൈലും കുറവാണ്. ചതുർഭരണയല്ല ആ 4 ഡിവിഷൻ വരാൻ കാരണം ഡിവിഷനോ ലേബറും അറ്റ് ദ സെയിം ടൈം ഒരു സുപ്രീമസി ആ ഒരു ജാതി വ്യവസ്ഥയും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമല്ല. അത് ഫണ്ടമെന്റലി ഇമിഗ്രേഷൻ കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ശരിക്കും നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഇൻഡോ ആര്യൻ ട്രൈബ്സ് വന്ന ശേഷം ഉണ്ടായ അവരുടെ സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ഡിവിഷനാണ് നമ്മുടെ ഈ സൊസൈറ്റി. അത് ഇന്ത്യ മാത്രമല്ല, പാകിസ്ഥാനിലും ഉണ്ട്, ബംഗ്ലാദേശിലും ഉണ്ട്. ഞാൻ ഗൾഫിൽ ജോലി ചെയ്ത സമയത്ത് ഈ പാകിസ്ഥാനികൾക്കിടയിലൊക്കെ, ഇപ്പൊ എന്റെ ബോസ് ആദ്യം പാകിസ്ഥാനിയൊക്കെ ആയിരുന്നു, അപ്പൊ അവരുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടുണ്ട്, പാകിസ്ഥാനികളുടെ കൂടെ. അവർക്കിടയിൽ ഈ പ്രശ്നമുണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. അവിടെ ഈ എന്താ പറയുന്നത് ഈ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് അത് നമുക്ക് ഭയങ്കര, എനിക്ക് ആദ്യം അത്ഭുതം തോന്നുന്നു. കാരണം മുസ്ലിംസ് ആണല്ലോ, അവർക്ക് കസിൻ മാരേജ് അലൗഡാണ്. ഓക്കെ, ഇത് തന്നെ ഷിയ, സുന്നി, അഹമ്മദി, ഇബൈദി, പിന്നെ എന്താ പറയുന്നത്, അത് ഷിയക്കകത്ത് തന്നെ ഒരു 8-10 സബ് കാറ്റഗറി, ഹസാര, പിന്നെ 12 ഷിയ, 8 അങ്ങനെ ഒരുപാട് ഡിവിഷൻ ഉണ്ട്. സുന്നിക്കകത്ത് തന്നെ ഒരുപാട്, പഞ്ചാബി. ഇവർക്ക് ഇതിനകത്തൊരു കോമൺ സംഭവം ഞാൻ മനസ്സിലാക്കിയത്, ഇവർ ഈ പറയുന്ന ഈ ഐഡന്റിറ്റി അല്ല ഇവർ പിടിക്കുന്നുണ്ടെങ്കിലും ഫണ്ടമെന്റലി ഒരു പാകിസ്ഥാന്റെ പോപ്പുലേഷന്റെ 50% പഞ്ചാബികളാണ്. നമ്മളെ ഇന്ത്യയില്ല രാവിലെ ആലു പൊറോട്ട കഴിക്കുന്നത്, എന്നിട്ടാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ബുദ്ധിസമാണ്, ബ്രാഹ്മണിസത്തെക്കാട്ടും. ആക്ച്വലി റൈറ്റ്, ബുദ്ധിസ്റ്റ് ആണ്. ബുദ്ധിസ്റ്റുകള് എല്ലാവർക്കും മെഡിസിൻ, എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കും, എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കും. ഈ ബ്രാഹ്മണിസിനെ വെച്ച് പറയാൻ കുറച്ചുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവുമെന്ന് അറിയില്ല. കാരണം അവര് ഒരു സുപ്പീരിയർ റേസ് ആയത് അവര് പല കാര്യം സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ട് വേറെ ആർക്കും കൊടുക്കാതെ ഇരിക്കുക ചെയ്തു. പിന്നെ എൻഡോഗമി നടത്തി, അങ്ങനെയാണ് സുപ്പീരിയർ റേസ് ആയിട്ട് മാറിയത്. അവരെക്കാട്ട് അവര് വെച്ച് അവര് ട്രീറ്റ്മെന്റ് ഹൈജീൻ ഇമ്പോർട്ടൻസ് കൊണ്ട് അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് താല്പര്യം ഉണ്ടായിരുന്നില്ല. എഡ്യൂക്കേഷൻ ആയാലും എല്ലാവർക്കും കൊടുക്കില്ല, അവർക്ക് മാത്രമേ കൊടുക്കൂ. അതിൽ ബുദ്ധിസ്റ്റാണ് ഏറ്റവും നല്ലത്. അവരെല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുത്തു, എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുത്തു. അവരാണ് ശരിക്കും ഇന്ത്യയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷെ ഗുപ്ത പീരീഡ്, ബ്രാഹ്മിൻസിന്റെ ഗുപ്ത, അത് നല്ല ഗോൾഡൻ ടൈമാണ് എല്ലാം ഉണ്ടായത്. ബ്രാഹ്മിൻസിനെ പറ്റി അധികം പറയില്ല, കാരണം ഒരുപാട് കോൺട്രവേഴ്സി ചെയ്യുമ്പോൾ. അല്ല, ഞാൻ ആക്ച്വലി പറയാം, ഞാൻ നോർത്തിൽ പഠിച്ചുകൊണ്ട് ഞാനത് ക്ലിയർ ആയിട്ട് പറയും. ഇപ്പം മേ ബി ഇപ്പൊ ഈ ബ്രാഹ്മിൻസ് ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന പട്ടര്, നമ്പൂതിരി, അയ്യർ, അയ്യങ്കാർ, അത് മാത്രല്ല നോർത്തിൽ വന്നു കഴിഞ്ഞാൽ ശർമ്മ, വർമ്മ, ശുക്ല, സരസ്വത്, ഗൗഡ, നല്ല മനുഷ്യരാണ്. പിന്നെ നോർത്ത് കർണാടക വന്ന് ഷെട്ടി, ബണ്ട്, ഒരുപാടുണ്ട്. പണ്ഡിറ്റ്, സന്തോഷ് പണ്ഡിറ്റ്, കൊങ്കണിയുണ്ട്. ഇവരെല്ലാം ബ്രാഹ്മിൺ കമ്മ്യൂണിറ്റി ഭയങ്കര ഡൈവേഴ്സ് ആണ്. നോർത്ത് ഇന്ത്യയിലെ ബ്രാഹ്മിൻസ് കുറച്ച് നല്ലവരാണ്. അവര് സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ പ്രശ്നം വരും. സൗത്തിൽ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്.
നോർത്തിൽ ഇപ്പൊ എന്റെ IIT മദ്രാസ് അല്ല അവർ വിളിക്കുന്ന അയ്യങ്കാർ എന്നാണ്. ആ ഇപ്പൊ അവര് വളരെയധികം റിസ്ട്രിക്റ്റഡ് ആയിപ്പോ അവരുടെ റിസർവേഷൻ എല്ലാം പോയി. പക്ഷെ അത് ഈ മദ്രാസില് ചെന്നൈയിൽ പറയുന്ന റിസർവേഷൻ പറയുമ്പോ ഇവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരണം അല്ല ബാക്കി ഗ്രൂപ്പുകാരെ. അതിന്റെ ഒപ്പം തന്നെ ഇവരെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇവര് പൊങ്ങി വരുന്ന സമയത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഇവർക്ക് റിസർവേഷനെ കുറിച്ച് ഇവർ പൊക്കിക്കൊണ്ടുവരുമ്പോ അവര് ആ ലെവലിൽ വരണമെങ്കിൽ ടൈം എടുക്കും. അത്രയും ടൈം അപ്പോൾ സിസ്റ്റം ഉണ്ടാവണമെങ്കിൽ ഈ ബ്രാഹ്മിൻസ് വേണം. അവരെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യരുത്. അവരും വേണം. കാരണം ഇവര് പൊങ്ങി വരാൻ ടൈം എടുക്കും. ആ ടൈമിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് വേണമെങ്കിൽ ഈ ബ്രാഹ്മിൻസ് വേണമാണ്. അവരെ കളയരുത്. പറഞ്ഞാൽ മനസ്സിലായോ? റിസർവേഷൻ എല്ലാം മറ്റേ തമിഴന്മാർ മാത്രം റിസർവേഷൻ കൊടുക്കുക. കാരണം അത് വരുമ്പോഴേക്ക് അവർ പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. അത്രയും ടൈമിൽ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. അത്രയും ടൈം ഈ ബ്രാഹ്മിൻസ് തന്നെ വേണം. കാരണം അവര് ഓൾറെഡി സുപ്പീരിയർ ആണ്. അപ്പൊ ഈ റിസർവേഷൻ രണ്ടുപേരും വേണം. പക്ഷെ ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ തമിഴന്മാർ മാത്രമേ ഉള്ളൂ. ബ്രാഹ്മിൻസിനെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്യുക. അവരുടെ ഇത് വിട്ടുപോവുക. പക്ഷെ അത് എല്ലാരും വേണം. അവരുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിൻസ് ഒരിക്കലും വയലൻസിലേക്ക് അവർ ഫുഡ് മാത്രമല്ല അവരുടെ ലൈഫ് സ്റ്റൈലും അങ്ങനെയാണ്. ക്രൂക്കഡ്നെസ് ഉണ്ട് അവർക്ക്. പിന്നെ ഇവർക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഇവര് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ജോലിയൊക്കെ പ്രീസ്റ്റ്ഹുഡ് ട്രൈബൽ പാസ്റ്റ് നമുക്ക് വിടാം. ഇപ്പൊ മോഡേൺ ടൈംസിൽ വരുമ്പോ എന്റെ തന്നെ പല ഫ്രണ്ട്സും ബ്രാഹ്മിൻസ് അവർക്ക് ശാന്തിപ്പണിയൊക്കെയാണ് അച്ഛനൊക്കെ. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ശാന്തിപ്പണി ഉള്ളവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഹാർഡ് വർക്ക് ചെയ്തുള്ള ഒരു സംഭവം അവർക്ക് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് പഠിച്ച് രക്ഷപ്പെടാനേ പറ്റുള്ളൂ. അതാണ് അവരുടെ സാഹചര്യം. ബ്രാഹ്മിൻസ് ആയാലും ജൂസ് ആയാലും ഈ റിലീജിയസ് ആയതുകൊണ്ട് ഇവർക്ക് ഡിസിപ്ലിൻ ഉണ്ട്. ഹൈലി ഡിസിപ്ലിൻ. പക്ഷെ ഡിസിപ്ലിൻ കൂടിയാലും ക്രിയേറ്റിവിറ്റി കുറയും. ഇവരെ കുറച്ച് ഇത്രയും ഇന്റലിജന്റ് പീസസ് മാറാൻ കാരണം ഡിസിപ്ലിൻ കാരണമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇപ്പൊ തമിഴന്മാർക്കാണ് മുഴുവൻ. അത് മാത്രമല്ല തമിഴ്നാട്ടിലെ തന്തപെരിയാർ ആള് വന്നപ്പോഴാണ് മുഴുവൻ തമിഴന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പെരിയാർ റെവല്യൂഷൻ. അപ്പൊ ബ്രാഹ്മിൻസ് ഒന്നുമില്ലാതായി. പക്ഷെ ഇവര് ഒരു പൊങ്ങി വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ആ ടൈമിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അവിടെ എന്തെങ്കിലും വേണമല്ലോ, അതിന് ബ്രാഹ്മിൻസ് വേണം. ആ ഒരു കാര്യം ഇവര് മനസ്സിലാക്കുന്നില്ല. ടൈം വരുന്നവരെ അത് വേണ്ടി അവിടെ എന്തെങ്കിലും വേണമല്ലോ, വരാൻ ടൈം എടുക്കുമല്ലോ. ഇന്റലക്ച്വൽ ആളുകൾ വേണം. രണ്ടും വേണം. ഇവര് മാത്രമായി പോരാ, രണ്ടും വേണം. അതാണ് അവിടുത്തെ റിസർവേഷന്റെ ഏറ്റവും കുഴപ്പം. അവിടെ 3% ബ്രാഹ്മിൻസ് ഇല്ല. അവരെല്ലാം ഇത് വിട്ട് ഫോറിൻ കൺട്രീസിലേക്ക് പോവുകയാണ്. പലയിടത്തും പോവാ. അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇവര് ഡൗൺ ആണ്. ഇവര് പൊങ്ങി വരാൻ ടൈം എടുക്കും. അത്രയും ടൈം വേണമല്ലോ അവിടെ. ഇവര് പൊങ്ങിയാണ്. ആ സമയത്ത് ഇവര് വേണം, ബ്രാഹ്മിൻസ് വേണം. ഇപ്പൊ നല്ല ഡോക്ടേഴ്സ് ഇല്ല, നല്ല അഡ്വക്കേറ്റ്സ് ഇല്ല. അപ്പൊ ഈ തമിഴന്മാർ മാത്രമല്ല, ബ്രാഹ്മിൻസ് മാത്രമേ ശരിയാവില്ല. രണ്ടുപേരും തമിഴന്മാർ പൊങ്ങി വരുന്നവരെ ഇവര് വേണം. So, in your opinion, what kind of a society are you suggesting? Like, what is better? നമ്മൾ മനുഷ്യരെ എല്ലാവരും നാച്ചുറലിസ്റ്റ് ആണ്. പ്ലാന്റ്സ് അനിമൽസ് മനുഷ്യരെ എല്ലാവരും സ്നേഹിക്കുക. കാസ്റ്റിസം വെക്കാതെ എല്ലാവരും സ്നേഹിക്കുക. നമ്മൾ അങ്ങനെ ഡിവിഷൻ വെക്കണ്ട. ഇപ്പൊ ഇവിടെ തന്നെ ഫ്ലഡ് വന്നപ്പോൾ മുക്കുവന്മാരാണ് സഹായിച്ചത്. എല്ലാവരും വേണം, എല്ലാ തരത്തിലുള്ള ആൾക്കാരും വേണം. അത് നമ്മളെ ചിലർ പിന്നോട്ടായിരിക്കും. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർ മുക്കിക്കൊണ്ടുവരിക. നമ്മൾ മനുഷ്യത്വം മാത്രമല്ല, റിലീജിയനിലാണ്. ഈ ക്രിസ്ത്യാനിറ്റിയിലേക്കാണ് മനുഷ്യത്വം മാത്രമല്ല. പ്ലാന്റ്സ് അനിമൽസ് എല്ലാം വേണം. നാച്ചുറലിസ്റ്റ് എന്ന് പറയും, അത് വേണം. പ്രകൃതിയെ സ്നേഹിക്കണം, മനുഷ്യനെയും സ്നേഹിക്കണം. ബേസിക്കലി സ്നേഹമാണ് വേണ്ടത്. ക്രിസ്ത്യാനിറ്റിയിൽ ബേസിക് ആയിട്ട് 2 റൂളേ ഉള്ളൂ. ഒന്ന്, നിന്റെ ദൈവമായ കർത്താവിനെ അംഗീകരിക്കുക, അതായത് ഏകദൈവ വിശ്വാസം. 2, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ബ്രദർഹുഡ്. ഇതെല്ലാം എല്ലാ റിലീജിയനും നല്ലത് പറയാനുണ്ടാവും, നല്ല കാര്യം ഫോളോ ചെയ്യുന്നില്ല. ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും കുഴപ്പം പറഞ്ഞാൽ മൃഗങ്ങളെ കൊല്ലുക, അത് ശരിയാണ്, അത് നെഗറ്റീവ് കാര്യമാണ്. സത്യം. അതിൽ ബ്രാഹ്മിൻസ് നല്ലതാണ്. കാരണം പ്ലാന്റ്സിനെ കൊല്ലുമ്പോൾ അതിന് സെൻട്രൽ നർവസ് സിസ്റ്റം പെയിൻ ഇല്ല, അനിമൽസിന് പെയിൻ ഉണ്ടാവും. അത് ഇവര് സെമിറ്റിക് റിലീജിയനായി ഉണ്ടാവാം. പക്ഷെ ഈ ഒരു ഐഡിയ ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ എന്തൊക്കെ പറയുന്നത് ഫൊർഗീവ്നെസ്. ഏത് ക്രിസ്ത്യാനി ഫൊർഗീവ്നെസ് ഫോളോ ചെയ്യുന്നത്? അല്ല, പ്രാർത്ഥിക്കാൻ ആർക്കും പറ്റും. സെൽഫ് ഇൻസ്പിറേഷൻ നടത്താം, അതാണ് നടക്കുന്നത്. പക്ഷെ ഈ പറയുന്ന സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്ന കാര്യം ആരും ഇംപ്ലിമെന്റ് ചെയ്യുന്നു ലൈഫിൽ. ആരാധന പറഞ്ഞാൽ കുറേ വർഷിപ്പ് അല്ല, സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞ് ഇംപ്ലിമെന്റ് ചെയ്യാം. പക്ഷെ ഈ പറയുന്ന ഒരു ഐഡിയോളജി പെർഫെക്റ്റ് അല്ല. എല്ലാത്തിനും പ്രശ്നമുണ്ട്, നല്ലതുകൊണ്ട് പോസിറ്റീവ് ഉണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ബുദ്ധിസമാണ്. പക്ഷെ അതിലും പ്രശ്നമുണ്ട്. കാരണം അവര് പാസ്റ്റ് പ്രസന്റ് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, പാസ്റ്റ് ഫ്യൂച്ചറും ഇല്ല. എല്ലാം വേണം. അപ്പോ ഒരു കമ്മ്യൂണിസ്റ്റ് ആയാലും ഒരു 100% പെർഫെക്റ്റ് ആയിട്ട് ഐഡിയോളജി എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചെങ്കിലും ഉള്ളത് ബുദ്ധിസമാണ്.
അപ്പോൾ നമ്മളുടെ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞു. എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് ഓഫ് ചെയ്യാണ്. സനയ്ക്ക് എന്തെങ്കിലും ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ്. സോ ഇല്ല, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരാളാണ്. സെലിബ്രിറ്റിയാണ്. ഇനിയും കുറെ ടോപ്പിക്സ് ആയിട്ടൊക്കെ നമുക്ക് വരുന്നതായിരിക്കും. ഇന്ത്യൻ സെലിബ്രിറ്റി വളരെ ചുരുക്കം ആൾക്കാരുടെ ഇടയിലേ ഉള്ളൂ. ഭൂരിഭാഗം ഇടയിൽ കോമാളിയാണ്. മീഡിയ അങ്ങനെ ആക്കിയിരിക്കുക. ഈ ഇമേജ് ഒന്ന് മാറ്റാൻ ശ്രമിച്ചൂടെ? ഒരുപാട് സ്റ്റെപ്പ് നടക്കുന്നില്ല. ഇവിടുത്തെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യണ്ട. പക്ഷെ മാറിയവരുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് ഇതെല്ലാം മാറിയിട്ടുണ്ട്. ആ ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കാം. അങ്ങനെ മാറിയവരുണ്ട്. അതുകൊണ്ട് അതാ എന്റെ ടാർഗറ്റ്. ഓക്കെ, ഈ ഡിസ്കഷൻ അറേഞ്ച് ചെയ്തതിന് മാപ്സ്റ്റിക് മീഡിയയോട് ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ടാക്കോബൽ പിന്നെ ടാക്കോബെൽ നമുക്ക് ഈ ഒരു എൻവയോൺമെന്റ് സ്പേസ് നമുക്ക് തന്നതിനും നമ്മളെ ഹെൽപ്പ് ചെയ്തതിനും ലുലു എടപ്പള്ളി ടാക്കോബെല്ലിലെ അവരുടെ സ്റ്റാഫിനോട് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാണ്. ഓൾസോ നിങ്ങളെല്ലാവരും വരിക. ടാക്കോബെൽ ഈസ് എ വെരി ഗുഡ് പ്ലേസ് ഫോർ കപ്പിൾസ്. വെരി ഗുഡ് പ്ലേസ് ഫോർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അതെ. താങ്ക് യു ഫോർ വാച്ചിങ്.